റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CPM നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ജാതി അധിക്ഷേപം നടത്തിയെന്ന് വെള്ളനാട് പഞ്ചായത്തിലെ സെക്രട്ടറി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തനിക്ക് ഐത്തം കൽപ്പിക്കുന്നുവെന്ന് സെക്രട്ടറി സിന്ധു അനിൽകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. യോഗങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുന്നു, തന്നെ അനുകൂലിച്ച ജീവനക്കാരെ പിരിച്ചുവിട്ടെന്നും മന്ത്രിമാർക്ക് പരാതി നൽകിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നും സിന്ധു പറഞ്ഞു. ആരോപണം വസ്തുതാവിരുദ്ധമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. കേൾക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടി കൊടുക്കേണ്ടതാണ്, 5 മണിക്ക് ശേഷം വണ്ടി കൊടുക്കേണ്ടതാണ്. അതാണ് ന്യായം. പിന്നെ എനിക്ക് വണ്ടി തരണം. പകലും തരത്തില്ല, രാത്രിയും തരത്തില്ല, തരത്തില്ല. 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. പരാതി എഴുതി വാങ്ങിച്ച് ആ പരാതി അടിസ്ഥാനത്തിൽ അവരെ പുറത്താക്കി. അതിന് BJPയുടെ 5 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായി. ഞാൻ ഒരാളോടും അവമര്യാദയായി പെരുമാറിയിട്ടില്ല. ആരോപണത്തിന് ഒരു അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നാട്ടിലെങ്കിലും ചോദിച്ചു ഒരാളെങ്കിലും ഞാൻ അധിക്ഷേപിച്ചിട്ടുണ്ടോ? ഈ സെക്രട്ടറി അങ്ങനെ അധിക്ഷേപം നടത്തിയിട്ടേ ഇല്ല. എൻ്റെ വാഹനം തടയുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും ഞാൻ ക്ഷമ കാണിച്ചു. പോയിട്ട് വരണ വഴിക്ക് പുള്ളി ഇവിടെ കുളക്കോട് വെച്ചിട്ട് ഈ വണ്ടി ചേർത്ത് നിർത്തി താക്കോലൂരി എടുത്തു നമ്മളെ വണ്ടിയുടെ ഡ്രൈവറിൽ നിന്ന്. അത് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ശേഷമാണ് ഈ പ്രസിഡന്റ് നമ്മളെ ഇത്രയും മാനസികമാറ്റി ഒരുപാട് നമ്മളെ പീഡിപ്പിക്കണത്. ഞാനൊരു SC-കാരി ആയതുകൊണ്ട് കമ്മിറ്റിയിൽ കയറ്റൂല. പുള്ളി പറയണത് മാത്രം ചെയ്ത ജീവനക്കാർ, ഇവിടെ ഗവൺമെൻറ് ജീവനക്കാർ വേണ്ടെന്നാണ് പറയണത്. ഞാൻ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ JD കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇവിടുത്തെ പട്ടികജാതി കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആരും അന്വേഷിക്കാൻ വന്നിട്ടില്ല. നമ്മളെ പ്രസിഡന്റ് കൊന്നിരുന്നാലും ആർക്കും ഒന്നും പറയാനില്ല. നമുക്കിപ്പം മനീഷ് മഹിബാലുണ്ട്. മനീഷ് മഹിബാൽ സെക്രട്ടറിയാണ്. സെക്രട്ടറി പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. പ്രസിഡന്റ് തന്നെ മാനസിക പീഡനം നടത്തുന്നു എന്നുള്ളതാണ്. അതും പട്ടികജാതിക്കാരിയായ തന്നെ ജാതി അധിക്ഷേപം നടത്തത്തക്ക രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? വെള്ളനാട് ശശി പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയൊന്നും താൻ ചെയ്തിട്ടില്ല എന്നാണ്. എന്താണ് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം? എന്താണ് സെക്രട്ടറിയുടെ പരാതി? മനീഷ്. ഡോക്ടർ അരുൺ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റായി വെള്ളനാട് ശശി എത്തുന്നു. പക്ഷേ വെള്ളനാട് ശശി രാത്രികാലങ്ങളിൽ വാഹനം ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി തടഞ്ഞു. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്ക് പ്രകോപനമായത്. അങ്ങനെ പ്രകോപനത്തെ തുടർന്ന് വെള്ളനാട് ശശി സെക്രട്ടറി സിന്ധുവിനെതിരെ വലിയ രീതിയിൽ അവരെ മാറ്റി നിർത്തുന്നു, അവർക്ക് അയിത്തം കൽപ്പിക്കുന്നു, ഒപ്പം തന്നെ അവരെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. ഈ ആരോപണങ്ങൾക്ക് തെളിവായി നിലവിൽ നമ്മുടെ മുമ്പിലുള്ളത് നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു അനിൽകുമാർ ഉപയോഗിച്ച ഔദ്യോഗിക വാഹനത്തിന്റെ കാറ്റ് ആരോ ഊരിവിട്ട ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പഞ്ചായത്തിലെ ഔദ്യോഗികമായി സിന്ധു ഉപയോഗിക്കുന്ന വാഹനം പുറത്തേക്കിറങ്ങാൻ അനുവദിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ വാഹനത്തിന് കുറുകെ മറ്റൊരു വാഹനം ഇട്ട് തടയുന്ന ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇനി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സിന്ധു നിർത്തുന്നത് തന്നെ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, തന്നെ ഈ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടി പല കളികളും കളിക്കുന്നു, തൻ്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്നു, ഒപ്പം തന്നെ തൻ്റെ ഡ്രൈവറെ, തനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നതാണ്, ഡെയിലി വേജസ് ജീവനക്കാരനായ ഡ്രൈവറെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. അങ്ങനെ തനിക്ക് വാഹനമില്ലാത്ത അവസ്ഥയായി. തനിക്ക് തന്നെ ഓഫീസിൽ എത്തിയാൽ തന്നെ എടി പോടി അവളെന്ന് വിളിക്കുന്നു, താൻ പോകുന്ന വാഹനത്തിന്റെ കാറ്റ് ഊരിവിടുന്നു, വാഹനം തടയുന്നു. അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് സിന്ധു നിർത്തുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമാണ് ഇട്ടാണ് സിന്ധു ഇവിടെ ആ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. വെള്ളനാട് ശശി ആണെങ്കിൽ കാലങ്ങളായി ആ പഞ്ചായത്തിലുള്ള മനുഷ്യനാണ്. കഴിഞ്ഞ 5 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ വെള്ളനാട് ശശി കഴിഞ്ഞ 1 വർഷം മുമ്പാണ് CPM ടിക്കറ്റിൽ മത്സരിക്കുകയും ആദ്യം ജില്ലാ പഞ്ചായത്ത് അംഗമാകുകയും ഇപ്പോൾ ഇത്തവണ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റായി ജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ തനിക്കെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തുന്ന വിഷയം താൻ മന്ത്രിയുടെ പക്കൽ അറിയിച്ചതാണ്. മന്ത്രി കേളുവിന്റെ മുമ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ പക്കലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വിഷയം താൻ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഈ 2 മന്ത്രിമാരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, CPIM പ്രാദേശിക നേതാക്കൾ കൂടി തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. താൻ വഴിയിൽ പോകുന്ന സമയത്ത് വെള്ളനാട് ശശി തൻ്റെ വാഹനം തടഞ്ഞ് ഈ സിന്ധുവിന്റെ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറിന്റെ പക്കൽ ഭീഷണിപ്പെടുത്തുകയും ഡ്രൈവറിന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഊരി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ നിരവധി വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പരാതി പറഞ്ഞിട്ട് പരിഹാരമില്ലാത്ത സാഹചര്യത്തിൽ ഇനി ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന രീതിയിലേക്ക് മനം എടുത്തിരിക്കുകയാണ് സിന്ധു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പരാതി നമ്മൾ കേട്ടു, വെള്ളനാട് ശശിയുടെ പ്രതികരണവും നമ്മൾ കേട്ടു. ഇടിപൊടി ഇത് ശരിയല്ല, അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി അല്ലേ, കിട്ടിയ സെക്രട്ടറി എന്ന നിലയിൽ തന്നെ വിളിക്കുക, പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ വിളിക്കുക, ആ തുല്യതയും ഒക്കെ എല്ലാ സ്ഥലത്തും കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വസ്തുത പുറത്തു വരട്ടെ, അന്വേഷിക്കുന്നതാണ് നല്ലത്. പട്ടികജാതി കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്.